നമസ്കാരം. ഇന്നൊരു ബൈബിൾ കഥയാണ് പറയുന്നത്. ജെറീക്കോ ഒരു വ്യവസായ നഗരമാണ്. ആ പട്ടണത്തിൽ ധാരാളം കച്ചവടക്കാരുണ്ടായിരുന്നു. ആ കച്ചവടക്കാരുള്ളത് കാരണം അവിടെ ധാരാളം നികുതി പിരിക്കുന്നവരുമുണ്ടായിരുന്നു. ഈ നികുതി പിരിക്കുന്നവരെ ചുങ്കക്കാർ എന്നാണ് വിളിച്ചിരുന്നത്. അവരിൽ പ്രധാനിയാണ്, അവരുടെ തലവനാണ് സഖായി. സഖായി ആളിൽ കുറിയവനാണ്, വളർച്ചയില്ല, നീളമില്ല. അയാളിങ്ങനെ ആ പ്രദേശത്ത് ഇങ്ങനെ ചുങ്കം പിരിച്ച് നടക്കുന്ന ആളാണ്. യഹൂദന്മാരാണ് ചുങ്കം പിരിക്കുന്നത്. ഈ ചുങ്കം പിരിക്കുന്നവരോട് മറ്റുള്ള ആളുകൾക്ക് വലിയ ദേഷ്യമായിരുന്നു, അവരോട് വെറുപ്പുമായിരുന്നു. അവരെ ഒരു നല്ല മനുഷ്യരായി കണക്കാക്കിയിരുന്നില്ല. നീതിയില്ലാത്തവരാണ്. യാതൊരു ക്ഷമയോ ദയയോ ആളുകളോടില്ല. അവർ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാതെ ആളുകളിൽ നിന്ന് കടുത്ത നികുതി പിരിച്ച് ആ ജനത്തെ അടക്കി ഭരിച്ചിരുന്ന റോമാക്കാർക്ക് വേണ്ടി നികുതി പിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അത്ര വിരോധം. അതുവഴി യേശു ഒരു ദിവസം കടന്നു വരികയാണ്. ഈ സഖായിക്ക് യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ട്, യേശുവിനെ കാണാൻ പറ്റുന്നില്ല. അതിന് കാരണം അയാളുടെ നീളമില്ലായ്മയാണ്, പൊക്കക്കുറവാണ്. അപ്പോൾ അയാൾ ഓടി കുറച്ച് മുന്നിലുള്ള ഒരു അത്തിവൃക്ഷത്തിൽ കയറി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ യേശു അതുവഴി വരുന്നു. അത്തിയിലിരുന്നു കൊണ്ട് അയാൾക്ക് യേശുവിനെ കാണണം. അത്തിയുടെ അടുത്ത് വന്നപ്പോൾ യേശു അവിടെ നിന്നു. യേശു ആ അത്തിമരത്തിലേക്ക് നോക്കി, എന്നിട്ട് പറഞ്ഞു, സഖായിയെ, നീ താഴെ ഇറങ്ങി വരിക, ഇന്ന് നിന്റെ വീട്ടിലാണ് എനിക്ക് ഭക്ഷണം. സഖായിക്ക് വലിയ സന്തോഷമായി. പക്ഷെ മറ്റുള്ളവർക്കത് യേശുവിനോട് ദേഷ്യമായി. കാരണം ഈ ചുങ്കക്കാരൻ്റെ വീട്ടിൽ യേശു പോകുന്നു, അയാളോടൊപ്പം ഭക്ഷണത്തിനിരിക്കുന്നു, അവനത്ര വൃത്തികെട്ട ഒരു മനുഷ്യനല്ലയോ എന്നുള്ള ചിന്തയായിരുന്നു ആളുകൾക്ക്. അങ്ങനെ സഖായിക്ക് വലിയ സന്തോഷമായി. സഖായി അത്തിമരത്തിൽ നിന്ന് താഴെ ഇറങ്ങി യേശുവിനോടൊപ്പം വന്നു. യേശുവും ശിഷ്യന്മാരും സഖായിയുടെ വീട്ടിൽ അന്ന് വൈകിട്ട് അത്താഴത്തിന് എത്തിച്ചേർന്നു. വലിയ വിഭവസമൃദ്ധമായ സദ്യ സഖായി ഒരുക്കി. അപ്പോൾ സഖായിയോട് പറഞ്ഞു, നീ ചെയ്യുന്നത്, ഈ ചുങ്കം പിരിക്കുന്നത് വളരെ പാപമാണ്. അപ്പോൾ സഖായി പറഞ്ഞു, ഞാൻ എൻ്റെ സ്വത്തിൻ്റെ പകുതി പാവപ്പെട്ടവർക്ക് നൽകാൻ തയ്യാറാണ്. ഞാൻ ആരോടെങ്കിലും അന്യായമായി എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി മടക്കി കൊടുക്കാം. അപ്പോൾ ഇവൻ്റെ ഈ മാനസാന്തരമായ ഈ പറച്ചിൽ യേശുവിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. യേശു പറഞ്ഞു, ഇവനും അബ്രഹാമിൻ്റെ സന്തതി, ഇവനിൽ ഞാൻ ഈ വീടും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ യേശു സഖായിയെ അനുഗ്രഹിച്ചു. സഖായി മാനസാന്തരപ്പെട്ട് ആളുകളെ സഹായിക്കുന്നവനായി പിന്നീട് മാറി എന്നുള്ളതാണ് ഈ വിശുദ്ധ ബൈബിളിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടത്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.